നമുക്കെല്ലാവർക്കും ഇപ്പം വയറിന് പണി കിട്ടിയിരിക്കുക, ഛർദ്ദിയൊക്കെയായിരുന്നു. യാത്ര ചെയ്ത് എങ്ങനെ ബാധിക്കുമെന്ന് അറിയില്ല. Set. Yep. What? Card. Stay and പിന്നെ ഗുജറാത്തിലെ കുറച്ച് സൈറ്റ്സ് ഒക്കെ കാണാം. ഞങ്ങളിപ്പോൾ സൂറത്തിൻ്റെയും അഹമ്മദാബാദിൻ്റെയും ഹൈവേയിലുള്ളത്. ഇവിടെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയിരുന്നു. ആലു പൊറാട്ടയാണ് ഭക്ഷണം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആദ്യമായിട്ട് കഴിക്കണം. ഭയങ്കര ഓയിലാണോ അല്ല? എണ്ണ ഉണ്ടാവും. 2 തരത്തിലുണ്ടാവും. ഇത് എണ്ണയിൽ പൊരിച്ചെടുത്തത് കൊണ്ടാണ്. ആ സാധനം ഇപ്പോൾ ഞാൻ കഴിച്ച സോനാമർഗ് കഴിച്ചിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമ്മൾ ചപ്പാത്തി കുത്തന്നെ ഉണ്ടാകും. ഇതിപ്പോൾ നല്ല ഓയിലായിട്ട് ഉണ്ടാകും. സാമ്പാർ തക്കാളി സാമ്പാറിൽ ഭയങ്കര മധുരം. നട കുഴപ്പമില്ല. കറിക്ക് ഒരു മധുരം ഉണ്ടല്ലേ? കറി ഭയങ്കര ഇതുകൊണ്ട് കൈ നിൽക്കുന്നില്ല. ഞാനും കുടുങ്ങിയിരിക്കുക. നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്ത വട സാമ്പാർ വളരെ മോശം. മധുരക്ക് ബില്ല് 445 രൂപ. 3 ആലു പൊറോട്ട, 2 വട സാമ്പാർ 445 രൂപ. ഭയങ്കര മോശം. 4 പൊറോട്ട കുഴപ്പമില്ലായിരുന്നു. വട സാമ്പാർ ഭയങ്കര കഴിക്കാൻ പറ്റില്ല. ഈ സൂറത്ത് നിന്നും അഹമ്മദാബാദിലേക്ക് പോകുന്ന വഡോദര വഴി അഹമ്മദാബാദിലേക്ക് പോകുന്ന ഹൈവേ ആണിത്. ഈ ഹൈവേയുടെ സൈഡിലുള്ള ഹോട്ടലാണിത്. ഹോട്ടൽ സർവോട്ടം എന്ന പേരുള്ള ഹോട്ടൽ. എന്തോ വന്നാലും നിങ്ങൾ ഈ ഹോട്ടലിലേക്ക് വളരെ മോശം ഭക്ഷണമായിരുന്നു. നമുക്കെല്ലാവർക്കും ഇപ്പം വയറിന് പണി കിട്ടിയിരിക്കുക, ഛർദ്ദിയൊക്കെയായിരുന്നു. യാത്ര ചെയ്ത് എങ്ങനെ ബാധിക്കുമെന്ന് അറിയില്ല. എല്ലാവരും കുഴപ്പമില്ല. മരുന്നെല്ലാം കഴിച്ചു. ഇനി അഹമ്മദാബാദിലേക്ക് പിടിക്കണം. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവിടെ ഡോക്ടറെ കാണും. നമ്മളിപ്പോൾ അഹമ്മദാബാദിലെത്തി. അഹമ്മദാബാദിൽ നിന്നിപ്പോൾ നമ്മൾ ഡൽഹിയിലേക്കുള്ള ഹൈവേ കയറുകയാണ്. ഉദയ്പൂറാണ് നമ്മൾ നിർത്താൻ പോകുന്നത്. കൂടെ വന്ന 2 ആളെ മീറ്റിംഗ് ലൊക്കേഷൻ വെച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. പക്ഷെ ഇതുപോരാ എന്താ ഇതിൻ്റെ പേര് പറഞ്ഞു? അവാറ് അവിടെ വലിയ സുഖമായിട്ടില്ല. അപ്പോൾ എണ്ണ ഇല്ലാതെ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. എനിക്കൊരു കുഴപ്പമില്ല. 4,000 രൂപയാണ്. ഇല്ല, ഇതുകൂടിയൊന്നും പറയാനില്ല. റൊട്ടി ഡ്രൈ ആയി പോയല്ലേ ഭയങ്കരമായിട്ട്?
അങ്ങനെ തന്നെ ഉണ്ടാവുക. പ്ലെയിൻ ആയിട്ടല്ലേ? ബട്ടർ ഇട്ട കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവില്ല. കുരുമുളക്, കറാമ്പട്ട, ഏലക്ക. ഇതാണ് നമ്മൾ കിടക്കാൻ പോകുന്ന റൂം. ഓയോ റൂം ഫോട്ടോനാണ്. വെറും 700 റുപ്യക്ക് താഴെയാണ് റൂം കിട്ടിയിരുന്നത്. 20 മുതലല്ല. അത് നമ്മളിപ്പോൾ കഴിഞ്ഞ 5 ദിവസം ഓയോ മാത്രം നമുക്ക് എക്സ്ട്രാ 20% ഒരു ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് 650 റുപ്യ ഇത്രയേ ഉള്ളൂ റൂം. 20 റുപ്യയുടെ ചായ. വിശാഖേട്ടനെ നാട്ടിൽ നിന്ന് വിശാഖേട്ടൻ്റെ ചങ്ങായി കൊടുത്തതാണ്. അപ്പോൾ കണ്ടില്ല അവസ്ഥ കണ്ടില്ല ബിസ്ക്കറ്റിൻ്റെ. നമ്മുടെ ഡിന്നറാട്ടോ ഇത്. ഇതൊക്കെയാണ് യാത്ര അവസ്ഥകൾ. നമ്മളിപ്പോൾ ഏകദേശം ഉദയപൂരിൻ്റെ അടുത്തുള്ള ഒരു റൂമിൻ്റെ താഴത്തൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയാണ്. നമ്മൾ സാധാരണ നമ്മൾ മസാല ദോശ പ്ലെയിൻ റോസ്റ്റൊക്കെ നമ്മളെ നെയ് റോസ്റ്റൊക്കെ പറഞ്ഞത്. സൗത്ത് ഇന്ത്യൻ ഡിഷ് ഉണ്ട്, ഇവിടെ ചൈനീസ് ഉണ്ട്, എല്ലാതരം ഡിഷ് ഉണ്ട്, ബർഗർ, പിസ്സ എല്ലാം ഉണ്ട്. ഞങ്ങളിത് പറഞ്ഞു റേറ്റ് കുറവായതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. കാരണം നമ്മുടെ നാട്ടിൽ അത്രയുള്ള ക്രിസ്പി ആയിട്ടുള്ളതല്ല, ഭയങ്കര സോഫ്റ്റാണ്. ചട്നി കുഴപ്പമില്ല. ഇവിടെ കടുകൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഒന്ന് ഫ്രീ കിട്ടണമെന്ന് കടുക് വാരിയിട്ടുണ്ട്. ചട്നി കുഴപ്പമില്ല, ചട്നി സൂപ്പറാണ്. സാമ്പാർ ഇപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തില്ല, അവർ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ കൊള്ളൂലെന്ന് പറഞ്ഞു. പച്ചവെള്ളം വേണ്ടല്ലേ സാമ്പാർ? പച്ചവെള്ളം ഞാൻ തൊട്ടിട്ടില്ല. ഞാൻ ഇതാണ് ഈ സാധനം. ഇവിടെ പരസ്യത്തിൽ കണ്ടിട്ട് വാങ്ങിയതാണ്. നേരത്തെ ദോശ കഴിച്ചിട്ട് ഇവിടെ എത്തിയില്ല, അതുകൊണ്ട് അവിടെ കട്ട് ചെയ്തതാണ് സാധനം. അടിപൊളിയാണ്. നല്ല ബട്ടറൊക്കെ ഉണ്ട്. എങ്ങണ്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയാം. നമ്മുടെ നാട്ടിലെ പൊരിച്ചപത്തിരി ഇല്ലേ, കോഴിക്കോട് പൊരിച്ചപത്തിരി എന്ന് പറയും. എറണാകുളം ആ ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ ചട്ടിപ്പത്തിരി എന്നൊക്കെ പറയുന്ന സാധനം ഇത്തിരി സോഫ്റ്റ് ആയാലും എങ്ങനെ ഉണ്ടാവും അത് ടേസ്റ്റ്. ഇതാണോ ഈ ചെന? എങ്ങനെയുണ്ട് ചെന? അടിപൊളിയല്ലേ? സൂപ്പറല്ല? ഇത് വാങ്ങിയാലായിരുന്നു. ഇത് ശരിക്കും കഴിക്കാൻ നമുക്ക് എളുപ്പമെന്ന് വെച്ചാൽ ബണ്ണ് ഇതാണ്ട നടുകൊണ്ട് കീഴ. എന്നിട്ട് ഇതിലേക്ക് ഈ ചെന ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഇതൊരു സൈഡിൽ വെച്ചാൽ മതി. വടാപ്പാവ് എന്നാണോ അട്ട ഇട്ടോ ചൂടുകൊണ്ട്. അങ്ങനെ യാത്രയുടെ 5ാമത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ രാത്രി ഏതാണ്ട് 9 മണിയായി. ഇപ്പോൾ ജയ് ഭവാനി വടാപ്പാവ് എന്ന റെസ്റ്റോറൻറ്റ് നമ്മൾ ഡിന്നർ അടിച്ചത്. അടിപൊളി ഫുഡാണ്. ചോല കച്ചോളി എന്ന സാധനം സൂപ്പറായിരുന്നു. നമ്മൾ ദോശ, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ദോശ പറഞ്ഞിരുന്നു, പക്ഷെ അത് ഈ വഴി പാളിപ്പോയി. പക്ഷെ മറ്റേ ചോല കച്ചോളി സൂപ്പറായിരുന്നു, അടിപൊളി സാധനമായിരുന്നു. നിങ്ങൾ ഈ അഹമ്മദാബാദ് ഉദയ്പൂർ റൂട്ട് പോവുകയാണെങ്കിൽ, അതായത് എക്സ്പ്രസ് ഹൈവേ ഒഴിവാക്കി നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇവിടെ കയറണം. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഓയോ റൂമൊക്കെ ഉണ്ട്. റൂമും അടിപൊളിയാണ്, അവിടെ താമസിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഫുഡ് പഠിക്കുക. സർവീസും നല്ല സൂപ്പറാണ്, റേറ്റും കമ്മിയാണ്. മറ്റ് ഹോട്ടലിലൊക്കെ അപേക്ഷിച്ചൊക്കെ നമ്മൾ ഡഞ്ചൊക്കെ കഴിച്ച് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷേ ഇവിടെ വളരെ ചീപ്പാണ്. അങ്ങനെ ഏതായാലും നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ രാവിലെ 4 മണിക്ക് ജയ്പൂർ ലക്ഷ്യം. ജയ്പൂരിൽ ഏതാണ്ട് ബാക്കാണ് നമ്മളുള്ളത്. റോഡ് വളരെ മോശമാണ്, ഇഷ്യൂസ് ഉള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ നാളെ ജയ്പൂർ, ഉദയ്പൂർ, അജ്മീർ, ജയ്പൂർ ഇതാണ് നാളെ ലക്ഷ്യം. മറ്റന്നാളെ ബ്രേക്കാണ്. അപ്പോൾ ശരി, ഗുഡ് ബൈ. മറ്റൊരു വീഡിയോ